നമസ്കാരം. പുനർജനി കേസിൽ വി ഡി സതീശൻ പെടുമ്പോൾ സത്യത്തിൽ പെട്ടുപോയ മറ്റൊരു വ്യക്തിയുണ്ട്. മൂപ്പരുടെ പേര് PV അൻവർ എന്നാണ്. എങ്ങനെയാണെന്നല്ലേ, വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. പുനർജനി പദ്ധതി അഴിമതി കേസ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ വി ഡി സതീശൻ മൂട്ടിൽ തീ പിടിച്ചതുപോലെ ഓടുമ്പോൾ പണി പാളുമോ ചവിട്ടി പുറത്താക്കുമോ എന്ന ഭയത്തിൽ കഴിയുന്ന ഒരു പാവം ഒരു ബംഗാളി ഇക്ക ഉണ്ട് നമ്മുടെ അൻവർക്ക്. മൂപ്പരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ശരിയാണ് വന്നു പോകുന്നത്. അതായത് PV അൻവർ MLA ആയിരിക്കുന്ന സമയത്താണ് സഭയിൽ വി ഡി സതീശനെതിരെ ഈ പുനർജനി പദ്ധതി അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. തന്റെ കയ്യിൽ തെളിവുണ്ടെന്നും വി ഡി സതീശൻ ഈ പുനർജനി പദ്ധതി അഴിമതിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് PV അൻവർ ചോദിച്ചെങ്കിലും വി ഡി സതീശൻ ഒരു ഘട്ടത്തിൽ പോലും അതിന് വ്യക്തമായ മറുപടി നൽകിയില്ല എന്നുള്ളതാണ്. പക്ഷേ PV അൻവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു, മാധ്യമങ്ങൾ അത് വാർത്തയാക്കിക്കൊണ്ടേയിരുന്നു. എന്തുകൊണ്ട് വി ഡി സതീശൻ ഉത്തരം പറയുന്നില്ല, എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തണം എന്ന് പറയുന്നില്ല എന്നൊക്കെ ആ ഘട്ടത്തിൽ ആ സമയത്ത് PV അൻവർ ചോദിച്ചിരുന്നു. അന്ന് PV അൻവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് 24-ൽ വന്നൊരു വാർത്ത ഇങ്ങനെയായിരുന്നു: പുനർജനി കേസ് ED അന്വേഷിക്കാൻ പറയട്ടെ, വി ഡി സതീശനെ വെല്ലുവിളിച്ചു PV അൻവർ എന്നുള്ളതായിരുന്നു. ഒരു ED അന്വേഷിക്കട്ടെ എന്നും ഒരു CBI അന്വേഷിക്കട്ടെ എന്നും ഒന്നും നമ്മുടെ സതീശൻ പറഞ്ഞില്ല കേട്ടോ. സതീശൻ അത് കേട്ട ഭാവമേ നടിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത. എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം ഇത് വീണ്ടും വാർത്തയാകുമ്പോൾ ഇപ്പോ ഇടതു പാളയത്തിൽ നിന്ന് നേരെ UDF പാളയത്തിലേക്ക് കയറിയിരിക്കുകയാണ് അമ്പൂക്ക. അപ്പോ ഈ PV അൻവറിന് ഇത് വലിയ വള്ളിയായി മാറിയിരിക്കുന്നത് വേറെ എങ്ങനെയുമല്ല, അന്നിട്ട പല പോസ്റ്റുകളും ഒക്കെ പലരും കുത്തിപ്പൊക്കുന്നു. അന്നിട്ട പല പോസ്റ്റുകളും ഒക്കെ സതീശനെതിരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. മറുപടി പറയണം സതീശ എന്നൊക്കെ പറഞ്ഞാണ് പലരും പ്രചരിപ്പിക്കുന്നത്. മാത്രമല്ല PV അൻവറിന്റെ പോസ്റ്റിനടിയിൽ വന്ന് ആ തെളിവൊക്കെ പുറത്തങ്ങ് വിടുക എന്ന് പറഞ്ഞുകൊണ്ട് പലരും വന്ന് കമന്റുകൾ ഇടുന്നു. കോൺഗ്രസിനകത്തുള്ള ആളുകൾ തന്നെ ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PV അൻവർ ഒരു വലിയ പണിയായി, ഇതിനൊക്കെ കാരണക്കാരൻ PV അൻവറാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ PV അൻവർ ആകെ പെട്ടു എന്ന് കണ്ടപ്പോ ഒന്ന് പതിയെ അറിയാലോ, മൂപ്പരൊരു തുറപ്പനാണല്ലോ, എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഇതില് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലപ്പാ എന്ന് കാണിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഞാൻ വായിക്കാം, ആരും ചിരിക്കരുത് കേട്ടോ, വളരെ സീരിയസ് ആയിട്ട് മൂപ്പരിട്ടൊരു പോസ്റ്റാണ്. ഇങ്ങനെയാണ് ആ പോസ്റ്റിൽ പറയുന്നത്: മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾക്കെതിരെ കേസുകളും അന്വേഷണങ്ങളും ആരോപണങ്ങളും വരും എന്ന് എനിക്കറിയാത്തതാണോ എന്നാണ് പുള്ളി ആദ്യത്തെ വരി. സത്യത്തിൽ എനിക്കറിയാത്തതാണോ എന്നൊക്കെ ചോദിക്കണ കേൾക്കുമ്പോ എന്റെ അൻവറെ, ഇതിനൊന്നും കാരണക്കാരൻ ഞാനല്ല, എന്നെ വെറുതെ എന്ന് അദ്ദേഹം പറയാതെ പറയുന്നത് നമുക്കിതിൽ കാണാം. എന്നിട്ട് അദ്ദേഹം പറയാണ്: ഒരു തരത്തിൽ കേരളത്തിൽ ഇക്കാര്യം അറിയുന്ന ആളുകളിൽ മുൻപന്തിയിലല്ലേ എന്റെ സ്ഥാനം. ഇടതുപക്ഷം വിട്ടതിന് ശേഷം എനിക്കെതിരെ എത്ര കേസുകളാണ് ബോധപൂർവം സംസ്ഥാനത്തുടനീളം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. വിട്ട ശേഷമോ? അതായത് എന്താണ് ചവിട്ടി പുറത്താക്കാൻ ഇടയായ സാഹചര്യം? കണ്ട സ്വർണ്ണക്കളക്കെടുത്ത സംഘത്തിനൊക്കെ വേണ്ടി ഏജന്റിനെ പോലെ കിടന്ന് വായിട്ടലച്ചു ഏതിലും മാധ്യമത്തിലിരുന്ന്. അവസാനം പിണറായി വിജയന്റെ സർക്കാർ, പിണറായി വിജയന്റെ പാർട്ടി ഗോവിന്ദൻ മാഷൻ ഒറ്റ ചവിട്ടിനെ പുള്ളിനെ പുറത്താക്കി. അതായത് നമ്മുടെ വിമാനത്താവളത്തില് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ കസ്റ്റംസ് പിടിക്കാത്തതുകൊണ്ട് പോലീസ് പിടിക്കുകയാണ് അത്രേ. അതായിരുന്നു നമ്മുടെ PV അൻവറിന്റെ പ്രശ്നം. പോലീസ് പിടിക്കുന്നതായിരുന്നു പ്രശ്നം. അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സ്വാഭാവികമായിട്ടും ഇയാൾ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ ഏജന്റ് ആണെന്ന് സ്വാഭാവികമായിട്ടും ആരും സംശയിച്ചു പോകും. പിന്നെ നിരന്തരം ഇങ്ങനെ കിടന്ന് കുഴലൂതാൻ തുടങ്ങിയപ്പോൾ ഇത് ആഭ്യന്തര വകുപ്പിനെതിരെയും കേരള പോലീസിനെതിരെയും ഒക്കെ ഇല്ലാത്ത വ്യാജ പ്രചരണങ്ങൾ നടക്കുന്ന പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ അടിക്കാൻ വേണ്ടിയുള്ള എന്തോ ആയുധമുണ്ടാക്കി കൊടുക്കലല്ലേ എന്ന് ആദ്യമൊക്കെ വിചാരിച്ചു. പിന്നെ അത് ഉറപ്പിച്ചു. അത് തന്നെയാണ് സംഭവമെന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ ഉള്ള പല സംഭവവികാസങ്ങളും ഒക്കെ ശേഷം ഉണ്ടായി. അതിനുശേഷമാണ് PV അൻവറെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ ചവിട്ടി പുറത്താക്കിയത്. ശേഷം അതിനിടയിൽ ഇടതുപക്ഷത്തിലെ സഖാക്കളെയൊക്കെ ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമം നടത്തി. പാർട്ടി ചവിട്ടി പുറത്താക്കിയതോടുകൂടി തന്നെ അൻവറെ ഞങ്ങൾക്ക് പാർട്ടിയാണ് വലുതെന്ന് പറഞ്ഞ് അൻവറിനെ കണ്ടം വഴി ഓടിച്ച സഖാക്കളെ ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് അൻവർ പണിപ്പാളിയിലോ ഗേഷ് എന്ന രീതിയിൽ ഇരുന്ന ഇരിപ്പൊന്നും ആരും മറന്നിട്ടില്ല. ഈ ബാക്കിയുടെയും വായിക്കാം: ഇടതുപക്ഷം വിട്ടതിന് ശേഷം എനിക്കെതിരെ എത്ര കേസുകളാണ് ബോധപൂർവം സംസ്ഥാനത്തുടനീളം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അപ്പോ എന്തുകൊണ്ടാണ് സർക്കാർ ഇയാൾ ഒഴിവാക്കിയ കുറയ്ക്ക് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അവസാനം EDയും എത്തി. വിജിലൻസിനെ കൊണ്ട് കേസെടുപ്പിച്ച് EDക്ക് കൈമാറുകയായിരുന്നു. എന്തൊരു ബുദ്ധിയാണ്! 9.5 കോടി രൂപ ലോൺ എടുത്ത് അതിലേക്ക് 5.75 ലക്ഷം രൂപ തിരിച്ചടിച്ചതിന് ശേഷം സമീപകാലത്ത് അടവുകൾ മുടങ്ങിയപ്പോഴാണ് ഈ ചെയ്തി എന്നോർക്കണം. കേരളത്തിൽ ലോൺ എടുത്ത് അടവുകൾ മുടങ്ങുന്നവർക്കെതിരെ മുഴുവൻ വിജിലൻസ് കേസെടുത്ത് EDക്ക് കൈമാറുന്ന അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. കഴിഞ്ഞ 4.5 വർഷം പ്രതിപക്ഷ നേതാവ് അതേ കസേരയിൽ ഇരുന്നിട്ടും തോന്നാത്ത ഒരു അന്വേഷണ താല്പര്യം ഇപ്പോൾ തോന്നാനുള്ള ചേതോ വികാരം മലയാളിക്ക് അറിയാം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പ്രതിപക്ഷം എന്ന പ്രതിയോഗിയെ
മുഖ്യമന്ത്രി ജനങ്ങളിലൂടെ തിരിച്ചറിയുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെ പടയൊരുക്കുന്നത് പ്രതിപക്ഷത്തിന് എതിരെയാണ് എന്ന് തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധിമതി. അയ്യോ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയുന്ന ലെവലെത്തിയിട്ടുണ്ട്. ചിരിച്ച് മണ്ണ് തപ്പും. മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ സമീപകാലത്തുണ്ടായ അന്വേഷണങ്ങളും അവയുടെ പുരോഗതിയും അറിയാൻ കേരള ജനതയ്ക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ ഇദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ഓർമ്മപ്പെടുത്തട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങൾ നടന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അകത്താകാഞ്ഞത്? ആരോപണത്തിന്റെ വലിയ വലിയ ശരങ്ങളാണല്ലോ പലരും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതിലൊക്കെ അന്വേഷണം നടത്തിയില്ലേ? അന്വേഷണം നടത്തിയ ശേഷം ഉയർന്നു വന്ന ആരോപണങ്ങൾ മുഴുവൻ വ്യാജമാണെന്ന് കണ്ടെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അപ്പോ ഇങ്ങനെ കിടന്ന് വീണ്ടും വീണ്ടും പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. പിണറായി വിജയനെതിരെ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ പിടിച്ചകത്തിടും. ആര്? ഇവിടെ മോദി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന നേതാവ് ആരാണ്? പിണറായി വിജയനാണ്. മോദിക്കെതിരെ, RSSനെതിരെ, BJPക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തിക്കൊണ്ട് അവരുടെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് ശബ്ദമുയർത്തുന്ന ഒരേ ഒരു നേതാവ് അത് പിണറായി വിജയനാണ്. അത് രാഹുൽ ഗാന്ധി അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ സഭയിലൊക്കെ വലിയ തോതിൽ തന്നെ പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ BMW ഓടിക്കാൻ വേണ്ടി നിങ്ങളുടെ രാഹുൽ ഗാന്ധിയെ പോലെയൊന്നും പല രാജ്യങ്ങളിലേക്ക് ഒളിച്ചോടി പോകാറില്ല ഈ പറയുന്ന പിണറായി വിജയന്റെ പാർട്ടിയിലെ MP കേട്ടോ. അവരവിടെ തന്നെ ഉണ്ടാകാറുണ്ട്. മാത്രവുമല്ല, ആ വിഷയത്തിൽ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്തൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തണം അത് അപ്പപ്പോ തന്നെ രേഖപ്പെടുത്താറുമുണ്ട്. അപ്പോ അതൊന്നും നമ്മൾ ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആ ഉന്നയിച്ച ആരോപണങ്ങളിലൊക്കെ കഴമ്പുണ്ടായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തുകൂടി നമുക്ക് നോക്കാം. പുള്ളി അതും കൊണ്ട് നിർത്തുന്നില്ല, വീണ്ടും എഴുതി ചേർക്കുകയാണ്. രാഷ്ട്രീയമായ പോരാട്ടങ്ങൾ, മത്സരങ്ങൾ അവയുടെ ജയവും പരാജയവും എല്ലാം തീർത്തും ആശയപരമായിരിക്കണം. ഈ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സമീപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രതിപക്ഷത്തിനെതിരെ വൈരാഗ്യ ബുദ്ധിയോടെയും വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസൃതമായുമുള്ള നീക്കങ്ങളെ കേരളത്തിലെ ജനാധിപത്യ സമൂഹം വിലയിരുത്തും. അതിന് തതുല്യമായ തിരിച്ചടിയും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വരും. പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനുമെതിരെ വരുന്ന ഏത് ആക്രമണങ്ങളെയും നേരിടാനും ചെറുത്തു തോൽപ്പിക്കാനും ഞാനും എന്റെ പ്രസ്ഥാനവും സദാസമയവും സജ്ജമായിരിക്കുമെന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അതായത് നൈസായിട്ട് നമ്മുടെ മറ്റുള്ള കോൺഗ്രസിന്റെ പല ഇയാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കാല് പിടിക്കാറുണ്ട്. ഈ വിഷയത്തിൽ ഞാൻ എന്റെ ജീവൻ കൊടുത്ത് ഞാൻ കൂടെ ഉണ്ടാവും, ഞാനാണ് ഇതിന് പിന്നിൽ നിങ്ങൾ പറയരുത് എന്ന രീതിയിൽ പറയണത്. അൻവർ ഇതിനൊക്കെ കാരണക്കാരൻ താങ്കളാണ് ഈ ആരോപണം ഉന്നയിച്ചതും ഇത്രയും വലിയ വിഷയമാക്കിയതും ഇപ്പോ VD സതീശന് വലിയ പണിയായി മാറിയിരുന്നു. എന്നിട്ട് ഇപ്പൊ ഇത് പിണറായി വിജയന്റെ സർക്കാരിനെ തലയിൽ വെച്ച് കെട്ടിയിട്ട് താൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. അല്ലെങ്കിലും LDF ചവിട്ടി പുറത്താക്കിയ ശേഷം പലയിടത്തും കയറി പറ്റാൻ വേണ്ടി ശ്രമം നടത്തി. നമ്മൾ അതുകൂടി മനസ്സിലാക്കണേ. DMK ചെന്നിട്ട് എന്നെ നിങ്ങൾ പാർട്ടിയിൽ എടുക്കണം, ഞാൻ പിണറായിക്ക് എതിരാന്ന് പറഞ്ഞപ്പോൾ സ്റ്റാലിൻ അവിടെ ചവിട്ടി പുറത്താക്കി. പിന്നെ DMK സംഘടന എന്ന് പറഞ്ഞ ഇവിടെ ഒരു സംഗതി രൂപീകരിച്ചു. കുറെ ആൾക്കാരെയൊക്കെ കൂടെ കൂട്ടി. ശേഷം ഇയാൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി. അതിനിടയ്ക്ക് കുറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ശ്രമം നടത്തി എന്നാണ് പറഞ്ഞത്. അവസാനം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ രാജിവെച്ചു പോയപ്പോ എന്താണ് പറഞ്ഞത്? അതെ, ഇയാളുടെ വോക്ക് BJPയിലേക്കാണ്, അവിടെ ഞങ്ങളില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പോയത് എവിടെയാണ് ഈ സാധനം സമാപിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശേഷം എഴുതുകയാണ്, രാജാവ് പ്രതിസന്ധിയിലാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധങ്ങൾ ഉണ്ടാകും എന്നത് കണക്കെ ഈ സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ വാർത്തകളും കേസുകളും ആരോപണങ്ങളും പ്രതിപക്ഷത്തിനെതിരെ ഇനിയും ഉണ്ടാകും എന്ന് തിരിച്ചറിയാൻ വിവേകമുള്ള സമൂഹമാണ് കേരളം. ജനങ്ങളിലേക്ക് കുറുക്കുവഴികളില്ല എന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിണറായി സവും വെള്ളാപ്പള്ളിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും മഹത്തായ ഉപദേശങ്ങളും അഭംഗുരം തുടരട്ടെ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വാട്ടർലൂ ആയി പരിണമിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ഈ പുള്ളി ഇന്ന് ഇങ്ങനെ പറയുന്ന ആളെ വേറെ എന്തെങ്കിലും പറയട്ടോ, അത് വേറെ കാര്യം. പ്രത്യേകിച്ച് നിലപാടില്ലാത്ത മനുഷ്യരായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഈ പിണറായി വിജയനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഈ സർക്കാരിനെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, എന്റെ അൻവർ തന്നെ MLA ആയിരുന്ന സമയത്ത് എത്രയോ തവണ ഈ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ പറ്റി താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയെ പോലെ ഒരു മുഖ്യമന്ത്രി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറന്നുപോയി അൻവർ. അതായത് ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസനം UDFന്റെ ഭരണകാലത്ത് നടന്നിട്ടേയില്ല. UDFന്റെ ഭരണകാലത്ത് വികസനം എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നോ? ഈ സർക്കാർ വന്ന ശേഷമല്ലേ കേരളത്തിൽ ഇത്രയധികം വികസനങ്ങൾ നടത്തിയത്? BJPക്കെതിരെ RSSനെതിരെയൊക്കെ ശക്തമായി ശബ്ദമുയർത്താൻ കഴിയുന്ന ഒരു ഗവൺമെന്റും പാർട്ടിയും ഇതാണെന്ന് അൻവർ തന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പോ അൻവർ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഈ ഇടക്കാലത്താണ് അറിയാനോ ഇവരെ ഈ UDFന്റെ ഭാഗമാക്കിയത്. അതും ഇങ്ങനെ ആടി തൂങ്ങി പോകാനുള്ള ഒരു പെർമിഷനാണ് കിട്ടിയിട്ടുള്ളത്. എപ്പോഴെങ്കിലും ചവിട്ടി പുറത്താക്കാം. അങ്ങനെ ഞാൻ ചവിട്ടി പുറത്താക്കിയാൽ ഇനി പോകാൻ വേറെ പാർട്ടിയില്ല. അതുകൊണ്ട് ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നതായിരിക്കാം, എന്തോ ആകട്ടെ. എന്നാലും ഇതുകൊണ്ട് വല്ലാത്തൊരു സംഭവം തന്നെ PV എന്ന് പറയുന്നത് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്നാലും എന്തൊക്കെ വേണമായിരുന്നല്ലേ, ഞാൻ വലിയ കടന്നൽ രാജ്യമാണ്, ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു വന്ന ഈ മൂപ്പര് അവസാനം വെറും ഒരു വേട്ടാവളിയനായി മാറിയ കാഴ്ച നമ്മളൊക്കെ കണ്ടു. കടന്നൽ രാജ എന്ന് വിളിച്ചു കാണുന്ന ആളുകളൊക്കെ ഇപ്പൊ വേട്ടാവളിയ എന്ന് വിളിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
രാഷ്ട്രീയത്തിലായാലും നമ്മൾ പൊതുവെ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു നിലപാടൊക്കെ നമുക്ക് ആവശ്യമാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണെങ്കിലും അവർ നിലവാരങ്ങളും ഒക്കെ പുലർത്തണം. പക്ഷെ ഇവിടെ അധികാര കസേരകൾക്ക് വേണ്ടി ഏത് സമയത്തും എന്തും ഏതും ഒക്കെ മാറ്റി പറയുന്ന ഒരു നേതാവ് ഒരു വല്ലാത്തൊരു പ്രഹസനം തന്നെയുടെ അൻവർ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്നാലും ഈ പുനർജനി പദ്ധതി അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്തൊരു പണി തന്നെയാണോ സതീഷിന് കൊടുത്തത്? ഇത് പറയാതെ വയ്യ.